കോഴിക്കോട് വടകരയിൽ 9 വയസ്സുകാരിയെ വാഹനമിടിച്ച് അബോധാവസ്ഥയിലാക്കിയ കേസിൽ പ്രതി ഷജീലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. കോഴിക്കോട് സെഷൻസ് കോടതിയാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. ദിൽഷ തിലകനുണ്ട് വിശദാംശങ്ങളുമായി. ദിൽഷ, എന്തൊക്കെയായിരുന്നു കോടതിയിൽ നടന്ന വാദങ്ങൾ? കോഴിക്കോട് വടകരയിലാണ് 9 വയസ്സുകാരിയെ വാഹനമിടിപ്പിച്ച് അബോധാവസ്ഥയിൽ ആയ സംഭവമുണ്ടായത്. ഈ കേസുമായി ബന്ധപ്പെട്ടാണിപ്പോൾ പ്രതി ഷജീൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നത്. ദിൽഷ, വിവരങ്ങൾ. കോഴിക്കോട് വടകരയിൽ 9 വയസ്സുകാരിയെ വാഹനമിടിച്ച് കോമാവസ്ഥയിലാക്കിയ കേസിലെ പ്രതി ഷജീലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി ഇപ്പോൾ തള്ളിയിരിക്കുകയാണ്. ഈ പ്രോസിക്യൂഷന്റെ വാദങ്ങൾ കോടതി അംഗീകരിക്കുകയായിരുന്നു. പ്രതിയായ ഷജീൽ വിദേശത്ത് നിന്നാണ് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. ഈ വിദേശത്തുള്ള ഷജീലിനെ നാട്ടിലെത്തിക്കാനുള്ള പോലീസിന്റെ ശ്രമം തുടരുകയാണ്. വാഹനമിടിച്ച ദൃശ്യാന ഇപ്പോഴും അബോധാവസ്ഥയിൽ തന്നെ തുടരുകയാണ്. കഴിഞ്ഞ ഫെബ്രുവരി 17-നാണ് ചോറോട് വെച്ച് ഷജീൽ ഓടിച്ച കാറ് അപകടത്തിൽപ്പെടുന്നത്. ഈ വടകര ചോറോട് വെച്ച് റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ കണ്ണൂർ മേലേച്ചവ സ്വദേശിയായ ദൃശാനയുടെ മുത്തശ്ശിയെയും ഈ ഷജീലിന്റെ വാഹനം ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ മുത്തശ്ശി ബേബി സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. എന്നാൽ ഗുരുതരമായി പരിക്കേറ്റ ദൃശാന ഇപ്പോഴും അബോധാവസ്ഥയിൽ കോമയിൽ തുടരുകയാണ്. ഈ അപകടമുണ്ടായിട്ട് നിർത്താതെ കടന്നു കളഞ്ഞ ഷജീൽ പിന്നീട് വിദേശത്തേക്ക് കടക്കുകയായിരുന്നു. ഈ 10 മാസം നീണ്ട അന്വേഷണത്തിന് ശേഷമാണ് പ്രത്യേക അന്വേഷണ സംഘം ഈ പ്രതിയെ തിരിച്ചറിഞ്ഞത്. നഷ്ടപരിഹാരത്തിനായി ഈ പ്രതി ഷജീൽ ഇൻഷുറൻസ് കമ്പനിയെ സമീപിച്ചതാണ് ഈ ഒരു അന്വേഷണത്തിൽ നിർണായകമായത്. ഈ അപകടം ഉണ്ടാക്കിയിട്ടും നിർത്താതെ വാഹനം ഓടിച്ചു. അതുപോലെ തന്നെ ഈ അപകട വിവരം മറച്ചുവെച്ച് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് പണം തട്ടി തുടങ്ങിയ കാര്യങ്ങളാണ് ജാമ്യത്തെ എതിർത്തുകൊണ്ട് പോലീസ് കോടതിയിൽ ഉന്നയിച്ചത്. എന്തായാലും പ്രതി ഇപ്പോഴും വിദേശത്ത് തന്നെയാണ്. ആ പ്രതിയെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ്. ആതിര. ശരി, ദിൽഷ തിലകനാണ് വിശദാംശങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്.